ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു കീർത്തനം ചൊല്ലിക്കൊണ്ട് ഗുരു ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ. അമ്മേ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയാണ്. എന്തിനാണ് അമ്മയോട് കൂടെ നാരായണ എന്ന് വിളിക്കുന്നത്? അമ്മേ പരമേശ്വര എന്നല്ലേ വിളിക്കണ്ടേ? ദേവി നാരായണ. ദേവി എന്ന് പറയുന്നത് അമ്മ പാർവതി ദേവിയുടെ അംശാവതാരങ്ങളാണ്. ഭദ്രേ നാരായണ. ഭദ്ര എന്ന് പറയുന്നത് മഹാദേവനിൽ നിന്നുമുണ്ടായതാണ്. അതിലും നാരായണ വരുന്നുണ്ട്. ലക്ഷ്മി നാരായണ. ലക്ഷ്മി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇപ്പോൾ ദേവിമാരുടെ കൂടെയെല്ലാം നാരായണ എന്ന് വിളിക്കുന്നു. മഹാദേവൻ്റെ നമ്മുടെ അമ്മ, ആ അമ്മയെ കീർത്തിക്കുമ്പോഴും നാരായണ എന്ന് വിളിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? നാരായണൻ എന്ന് പറഞ്ഞാൽ, നരം എന്ന് പറഞ്ഞാൽ എന്താ? ജലം, അയനം, ശയിക്കുക, ജലത്തിൽ ശയിക്കുന്ന ആൾ, ജലത്തിൽ ശയിക്കുന്ന മൂർത്തി, അതാണ്. അതുകൊണ്ട് ഈ നാരായണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാരായണൻ, നാരായണ എന്ന പദത്തിനർത്ഥം ജലത്തിൽ ശയിക്കുന്നത് എന്നാണ്. ഭഗവാൻ അനന്തപത്മനാഭൻ അനന്തൻ്റെ മുകളിൽ പാൽക്കടലിൽ ജലത്തിൽ ശയിക്കുന്നു എന്നതുകൊണ്ടാണ് നാരായണൻ എന്ന പേര് വന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദേവിയെയും അമ്മയെയുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ എന്ന് വിളിക്കുന്നത്? അമ്മേ ജലത്തിൽ ശയിക്കുന്നവളെ, ദേവി ജലത്തിൽ ശയിക്കുന്നവളെ, ലക്ഷ്മി ജലത്തിൽ ശയിക്കുന്നവളെ, ഭദ്രേ ജലത്തിൽ ശയിക്കുന്നവളെ. ശരിയാകുന്നുണ്ടോ? വിഷ്ണുവിനെ സ്ത്രീയായിട്ട് വർണ്ണിക്കുന്നത് പോലെ ഒരു മഹാപാപമല്ലേ അത്? ഭഗവാനെ സ്ത്രീയായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ശരിയായ രീതിയിൽ പുരാണങ്ങളൊക്കെ പഠിക്കാത്തത് മൂലവും, നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കഥകളെ ശാസ്ത്രീയമായി കൂടി കാണാത്തത് മൂലവും ഉണ്ടാകുന്ന അജ്ഞാനമാണ് അങ്ങനെ തോന്നാൻ കാരണം. പ്രപഞ്ചോൽപത്തിയിൽ ഗുരു പറയുകയുണ്ടായി, നിങ്ങളത് വീണ്ടും കേട്ടാൽ അറിയാൻ പറ്റും. മധ്യത്തിൽ മഹാവിഷ്ണു അനന്തശായിയായി നിൽക്കുമ്പോൾ അത് സ്ഥിതിയാണ്. ആ സ്ഥിതിയിലേക്ക് സൃഷ്ടികളെ അയക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നിട്ടും ഒരു താമരത്തണ്ട് മുകളിലേക്ക് ഉയർന്ന് അതിൽ ബ്രഹ്മമിരിക്കുന്നു. ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പൊക്കിൾക്കൊടിയോടുകൂടിയാണ് വരുന്നത്, ആണല്ലോ. ആ പൊക്കിൾക്കൊടി ബന്ധം അങ്ങനെ നിലനിർത്തുന്നില്ല, അത് നമ്മൾ മുറിച്ചു മാറ്റുന്നു. എന്നാൽ സ്ഥിതിയും പ്രപഞ്ചവും തമ്മിലുള്ള ആ പൊക്കിൾക്കൊടി ബന്ധം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം അവിടെ നമ്മുടെ മനുഷ്യരിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോൾ ആ സൃഷ്ടി അവസാനിച്ചു എന്നുള്ളതിനാണ് പൊക്കിൾക്കൊടി ബന്ധത്തെ മുറിച്ചു മാറ്റി ആ സൃഷ്ടിയെ മറ്റൊരു ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റി. അമ്മയ്ക്ക് വീണ്ടും വേണമെങ്കിൽ അടുത്ത് പ്രസവിക്കുമ്പോഴാണ് ആ പൊക്കിൾക്കൊടി ബന്ധം ഉണ്ടാകുന്നത്. എന്നാൽ മഹാവിഷ്ണുവിൽ നിന്നും ആ പൊക്കിളിൽ നിന്നും ഒരു താമരത്തണ്ട് ഉയർന്ന് അത് പൊക്കിൾക്കൊടിയെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ ബ്രഹ്മകമലം, നമ്മുടെ ബ്രഹ്മാണ്ടമാകുന്ന താമരയിൽ അവിടെ സൃഷ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ മുറിയുന്നില്ല, മുറിച്ചുവിടുന്നില്ല. അത് സദാസമയവും അവിടെ സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിച്ഛേദിക്കാത്ത പൊക്കിൾക്കൊടിയിൽ കൂടി ആ ഒരു ബ്രഹ്മകമലത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്, ബ്രഹ്മാണ്ടത്തെ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ അവിടെ മഹാവിഷ്ണുവിൻ്റെ കൈ ശിവലിംഗത്തെ തലോടി നിൽക്കുന്നതായി കാണാം. ഇത് നമ്മൾ ഏത് ആംഗിളിൽ നോക്കിയാൽ ചിലപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ മഹാബിന്ദുവായി നിന്ന സദാശിവരൂപം
മൂർത്തിയായി മാറി പരമേശ്വരനായി ഭൂമിയിലേക്ക് വന്നു. സജ്ജന സംരക്ഷണൻ, ജനങ്ങളെ സംരക്ഷിക്കുവാനും ഇവിടെ എന്നും ജീവിക്കുന്നൊരു ദൈവമായി നമ്മോടെന്നും എന്നും കൂടെ ഉണ്ടാകുന്ന ഒരു അപ്പനായി നിൽക്കുവാൻ ഭൂമിയിൽ തന്നെയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നമ്മോട്, അതായത് നമ്മൾ എവിടെയൊക്കെ അലഞ്ഞാലും ഒരിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മോടൊപ്പം ഭൂമിയിലെ ഓരോ ചരാചരങ്ങൾക്കും ജീവനുമൊപ്പം ഇരിക്കുന്ന ഒരേ ഒരു മൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവനാണെന്ന് സൂചിപ്പിക്കുന്നതിനാണ് പത്മനാഭന്റെ കരം താഴേക്ക് വന്ന് ശിവലിംഗത്തെ സ്പർശിച്ചിരിക്കുന്നത്. ഇതും ഗുരു പ്രപഞ്ചോൽപത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയാണ് ഇതിൻ്റെ സാരാംശം കിടക്കുന്നത്. ഇത് എല്ലാവർക്കും വെളിപ്പെടുന്നതല്ല, എന്നാൽ വെളിപ്പെട്ടവർ പറയാനും അറിയില്ല. എന്നാൽ ഗുരുവിന് ഭഗവാൻ തന്നിരിക്കുന്ന കൃപയനുസരിച്ച് പറയുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല, എല്ലാവരും ഇത് അംഗീകരിക്കണമെന്നുമില്ല. ചിലർ വിമർശിക്കാം, ചിലർ അങ്ങനെയല്ല എന്ന് പറയാം, ചിലർ അങ്ങനെയാണെന്ന് പറയാം, ചിലർ ഗുരുവിനെ തെറ്റ് എന്നും പറയാം. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഭഗവാൻ തന്ന അറിവ് നിങ്ങളിലേക്ക് നൽകുന്നു. വിശേഷ ബുദ്ധി തന്നുകൊണ്ട് നിങ്ങളും ഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഭഗവാൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ദക്ഷപുത്രി സതീദേവിയുമായിട്ട് വിവാഹം ചെയ്തു. സതീവിരഹം ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സതീദേവി ജീവത്യാഗം ചെയ്തു. മഹാദേവൻ വീണ്ടും തപസ്സിലേക്ക് പോയി, അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. അങ്ങനെ മഹാദേവന് സൃഷ്ടികർമ്മം ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ പരിപാലിക്കണം എന്നുള്ളത് കൊണ്ട് പ്രകൃതിക്കൊരു രൂപം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം, എന്നാലേ മനസ്സിലാക്കൂ. ഈ കാണുന്ന പ്രകൃതിക്ക് ഒരു രൂപം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മഹാവിഷ്ണു എന്ന നമ്മുടെ സ്ഥിതിയിൽ നിന്നും ഈ പ്രകൃതിയിലേക്ക് ഒരു രൂപം നൽകുകയും അത് സ്ത്രീ രൂപമായി പരിണമിക്കുകയും അത് പാർവതീദേവിയായി തീരുകയും ചെയ്തു. പാർവതീദേവിയുടെ ഉൽപ്പത്തി എങ്ങനെയാണ്? ഹിമവാന്റെ പുത്രി എന്നാണ് പറയുന്നത്. ഹിമവാൻ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്മളിപ്പോൾ കാണുന്നതിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ്. അപ്പോൾ അത് ഏകദേശം പാൽക്കടലോളം എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന ഒന്നാണ്. അത്രയൊന്നും ഇല്ല, എന്നാലും അതിൻ്റെ ഒരു സങ്കല്പം അങ്ങനെയാണ്. അപ്പോൾ ഹിമവാനിൽ കൂടി ഒരിക്കലും ഒരു പർവ്വതത്തിന് പുത്രോത്പാദനം ചെയ്യുവാൻ കഴിയില്ല. നമ്മളത് മനസ്സിലാക്കണം. ഒരു പർവ്വതത്തിനോ ഒരു മരത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിനോ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിനും ഈ പറയുന്ന ഗാലക്സി, നമ്മൾ പറയും പാൽക്കടൽ അല്ലെങ്കിൽ മിൽക്കി വേ, അവിടെ നിൽക്കുന്ന ആ ഒരു ഊർജം, അത് മഹാവിഷ്ണുവായിട്ടാണ് സങ്കല്പം. അത് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഹിമവാനിലേക്ക് വന്ന് അവിടെ നിന്നിട്ട് മനുഷ്യരൂപത്തിലേക്ക് അമ്മ പാർവതിയായി മാറി. ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ട് ആ രീതിയിൽ ഗ്രഹിച്ചാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ പറ്റൂ. അങ്ങനെ ഹിമവാന്റെ പുത്രിയാണ് അമ്മ പാർവതി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ആരാണ്? പറയൂ, അമ്മ ആരാണ്? വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ്, സ്ഥിതിയുടെ അംശം തന്നെയാണ്. സൃഷ്ടിയുടെ ഊർജം ബ്രഹ്മകമലത്തിലിരുന്ന് സൃഷ്ടിയെ സ്ഥിതിയിലേക്ക് വിടുന്നു. അവിടെ നിന്നെല്ലാം നേരെ ചൊവ്വയാക്കിക്കൊണ്ട്, അതായത് ആ സൂര്യനു ചുറ്റും കറങ്ങുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും എന്തൊക്കെ വേണമെന്ന് അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥിതി, അതിനെയാണ് സ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഭൂമിക്ക് വേണ്ടത് ഭൂമിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യനതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും ഉള്ള ഒരു ഊർജം എന്തു ചെയ്തു? ഹിമവാനിലേക്ക് വരികയും അത് പ്രകൃതിയുമായി ചേരുകയും അത് അമ്മയായി തീരുകയും മനുഷ്യരൂപം പ്രാപിക്കുകയും സ്ത്രീരൂപമായി തീരുകയും ഭഗവാന്റെ പത്നിയാവുകയും ചെയ്തു. ഈ തത്വം അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കില്ല. കാരണം തലമുറകളായി നിങ്ങൾ കേട്ടുപഠിച്ചതൊക്കെയും കഥകളാണ്, അതിൻ്റെ സാരാംശമല്ല. ഗുരു ഇവിടെ പറയുന്നത് സാരാംശമാണ്, അതിൽ നിന്നാണ് കഥകളെ പറഞ്ഞു തരുന്നത്. അത് വിശേഷബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അമ്മ പാർവതീദേവി എന്ന് പറയുന്നത് തന്നെ എന്താണ്? നാരായണൻ തന്നെയാണ്. ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നതേ അതാണ്.
അവർ 3 പേരും കൂടി ഉണ്ടെങ്കിൽ ഈ ലോകം പ്രപഞ്ചവും നിലനിൽക്കുകയുള്ളൂ. അതിനെല്ലാം പ്രപഞ്ചോത്പത്തിയിൽ വിശാലമായി തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്, വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് വിളിക്കുന്നതിൽ ആ പ്രാർത്ഥനകൾ ദേവി പുരാണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അർത്ഥവത്തായ വരികൾ തന്നെയല്ലേ അത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഭദ്രകാളിയുടെ അമ്പലത്തിലും ഭഗവതിയുടെ അമ്പലത്തിലും ദേവിമാരുടെ അമ്പലത്തിലും ഒക്കെയും പോയി നിന്നിട്ട് ഇങ്ങനെ കയ്യും കൂപ്പി ജപിച്ചുകൊണ്ട് നടക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. എന്തിനാ നാരായണ എന്ന് വിളിക്കുന്ന? നാരായണൻ്റെ അർത്ഥം എന്താണ്? ഇതെന്താണ് എന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ആ വിളിക്കുന്നതിൽ കൂടി, ആ ജപത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രിയസഖിയായിരിക്കുന്ന അമ്മ പാർവതി ദേവിയിൽ കൂടി നാരായണനിലേക്ക്, അല്ലെങ്കിൽ നാരായണൻ്റെ അംശം. ഇത് ശിവപുരാണത്തിലെ ഒരു ഭാഗത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നാരായണൻ്റെ അംശം തന്നെയാണ് പ്രകൃതിയായി മാറി. പല സ്ഥലങ്ങളിലും പ്രകൃതിയെ നാരായണനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ചാൽ അറിയാൻ പറ്റും. പല പുരാണങ്ങളെടുത്ത് നോക്കിയാലും വിഷ്ണു എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുവാൻ കാര്യം അതിൻ്റെ തത്വം എന്ന് പറയുന്നത് തന്നെയാണ്. ഇവരൊന്നുകൂടി പറയുന്നു, സ്ഥിതിയായ വിഷ്ണുവിൻ്റെ ഊർജം ഹിമവാനിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്നുണ്ടായ സ്ത്രീ രൂപത്തെ പ്രകൃതിയിലേക്ക് ആവാഹിച്ചുകൊണ്ട് പ്രപഞ്ചവും പ്രകൃതിയും ഒന്നായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമ്മൾ കാണുന്നു. അമ്മയെയും അപ്പനെയും പോലെ നമ്മൾ കാണുന്നു. അപ്പോൾ മഹാദേവനും നാരായണനും ബ്രഹ്മാവും ഒക്കെ ചേർന്ന് തന്നെയാണ് ഇവിടെ പലവിധ വേഷങ്ങളും രൂപങ്ങളും മറ്റും വ്യക്തിയും സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്നത്. നമ്മൾ മായയാണ് ഈ ലോകം, പ്രപഞ്ചം, പ്രകൃതി എല്ലാം മായ കാഴ്ചയാണ്. വിശേഷ ബുദ്ധിയില്ലാതെ ഇതൊക്കെ വീക്ഷിക്കുവാൻ നിന്നാൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല തന്നെയാണ്. അങ്ങനെയെങ്കിൽ വിഷ്ണു ഭഗവാൻ അമൃത് എടുക്കുമ്പോഴും മോഹിനി വേഷം കെട്ടിയതിലും മറ്റു പല സന്ദർഭങ്ങളിലും ഭഗവാന്റെ മുന്നിൽ മോഹിനിയായി വന്നതും ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലായല്ലോ. പാർവതീദേവി തന്നെയാണ്. പാർവതീദേവി തന്നെയാണ് മോഹിനി രൂപത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഈ മോഹിനി വേഷങ്ങൾ അവിടെ ആ ഒരു സമയത്ത് ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിന് വേണ്ടി മഹാവിഷ്ണു ആ ലീലയാടിയപ്പോഴും അമ്മ മിണ്ടാതെ നിന്നത്, അമ്മയൊന്നും പറയാതെ നിന്നത്. കാരണം സ്തുതിയായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് പാർവതീദേവി, പാർവതീദേവി തന്നെയാണ് മോഹിനിയായും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇതിലെന്തെങ്കിലും മനസ്സിലായോ ആർക്കെങ്കിലും? ഇതുകൊള്ള പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തലയ്ക്കകത്ത് അധികം അമിതമായി പുരാണങ്ങളൊക്കെ കെട്ടി വെച്ചിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇതെന്തുവായി ഗുരു പറയുന്നത്? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അതാണ് വിശേഷ ബുദ്ധി തരൂ ഭഗവാനെ, വിശേഷ ബുദ്ധി തരൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ ഗുരു പറയുന്നത്. വിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഗ്രഹിക്കുവാൻ കഴിയൂ. ഇതൊരു പരമരഹസ്യമാണ്. ഈ രഹസ്യം വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഋഷിവര്യന്മാർ ചിന്തിച്ചു മനസ്സിലാക്കിയതാണ്. ഇത് അതീവമായ ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടി മാത്രം ലഭിക്കുന്ന അറിവാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിനകത്ത് ഇതൊക്കെ മറന്നു പോകും. എന്നാൽ ഈ ദൈവികമായ രഹസ്യങ്ങളും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും രഹസ്യങ്ങളും അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ടാകും. അവർ കുറെ കൂടി ഉയരും, അവർ കുറെ കൂടി പഠിക്കും. ഇതവർക്കൊരു ചവിട്ടുപടിയാണ്. ഇതിൽ നിന്നുകൊണ്ട് അവർ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തും. അവർ ജീവിത വിജയം പ്രാപിക്കും, ഒരു സംശയവുമില്ല. അത്തരത്തിലൊരു പ്രകാശമാണ് ഗുരു ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പലരും ഇവിടെ ചോദിച്ച കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്മയെ നാരായണ എന്ന് ജപിക്കാൻ പാടുണ്ടോ? നാരായണനും അമ്മയും രണ്ടല്ലേ എന്നൊക്കെ. അപ്പോൾ ദേവി പുരാണത്തിൽ നാരായണി, നാരായണ, നാരായണി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നാരായണനും നാരായണിയുമുണ്ട്, മഹേശ്വരനും മഹേശ്വരിയുമുണ്ട്. എന്നാൽ മഹേശ്വരി എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ്. നാരായണൻ തന്നെയാണ്, സ്ഥിതിയാണ്. സൃഷ്ടിയയച്ച സ്ഥിതി ഭൂമിയിലേക്ക് വരുമ്പോഴാണ് വേഷപ്പകർച്ചകളുണ്ടാകുന്നത്. നാരായണി തന്നെയാണ്.
അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് സർവ ആത്മ നിവാസോസി വാസുദേവ നമോസ്തുതി. എല്ലാ ആത്മാവിലും ഇരിക്കുന്ന വാസുദേവനെ ഞാൻ നമസ്കരിക്കുന്നു. സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതി എന്നും പറയുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളിലും. ഭൂതമെന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തുന്ന മറ്റുള്ളവർ പറയുന്ന ഭൂതമല്ല, പഞ്ചഭൂതം അങ്ങനെയുള്ള സകലതിലും കൂടിയുള്ളതാണ് എന്നാ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? അമ്മ തന്നെയാണ്, അപ്പനും തന്നെയാണ് സകല മനസ്സുകളിലും കുടികൊള്ളുന്നത്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഇവരെ രണ്ടായി ഒന്നും കാണേണ്ട കാര്യമില്ല. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് മറ്റ് അവരുടെ ഇതിലുമുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇല്ലേ. ഇതെല്ലാം ഈ സങ്കല്പം എല്ലാത്തിലുമുണ്ട്. പക്ഷെ ഇതിൻ്റെ ശരിയായ രീതിയിൽ ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്നും എന്താണ് നമ്മുടെ പുരാണങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും നമ്മുടെ പുരാണങ്ങൾ കൂടി ഒരു കഥ പറഞ്ഞു തരുമ്പോൾ എന്താണ് ഒരു മനുഷ്യൻ അത് കേൾക്കുന്നവനിൽ നിന്നും ആ കഥ ഉണ്ടാക്കിയ ആൾ പ്രതീക്ഷിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഈ പ്രപഞ്ച സത്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനേടും ഭയപ്പാടില്ലാതെ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, ഒരു സംശയവുമില്ലാത്ത കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇനി മനസ്സിലാക്കുക, നമ്മൾ അമ്മേ എന്ന് വിളിക്കുന്ന പാർവതി ദേവി എന്ന് പറയുന്ന അമ്മ എന്ന് വിളിക്കുന്നത് നാരായണി തന്നെയാണ്, നാരായണൻ്റെ അംശം തന്നെയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ശിവൻ മോഹിനിയുടെ പുറകെ ഓടി മോഹിനി വേഷം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ അർത്ഥം ഗ്രഹിക്കുന്നവർക്ക് അവരോട് പുച്ഛമേ തോന്നുള്ളൂ. കാരണം അവർ അർത്ഥം മനസ്സിലാക്കാതെയാണ് പറയുന്നത്. സത്യം ഗുരു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുക. ഗ്രഹിക്കാത്തവർ ഇത് വീണ്ടും മനനം ചെയ്യുക. എല്ലാത്തിനും ഗുരുവിനോട് വിളിച്ച് സംശയം ചോദിക്കുന്നതിന് പകരം ആ സംശയത്തെ മനസ്സിലിട്ട് ഭഗവാനോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മറ്റു ശ്രദ്ധകളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഗുരു പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ഷൻ കിട്ടി തുടങ്ങും. മനസ്സിൽ ആത്മാവ് അതിൻ്റെ കണക്ഷനുകളെ തരും. തന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അറിവ് തരും. പക്ഷെ അത് മറ്റാരോടും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അറിവായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവും ബോധവും ഉണ്ടാകും. പക്ഷെ അത് മറ്റൊരാളോട് ഇങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് മാത്രം തന്നിരിക്കുന്ന അറിവാണ്. ഇതിപ്പോൾ ഗുരു പറയേണ്ട സമയമായതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ത്രിമൂർത്തി സങ്കല്പത്തെ നമ്മൾ ആ രീതിയിൽ വേണം കാണുവാൻ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം. ഇപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ഓം ജയ ജയ ശിവശങ്കര, ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.